രാവിലെ ആളെക്കൊല്ലി കടുവയെ പിടിക്കാൻ വനംവകുപ്പിൻ്റെ എല്ലാ ശ്രമങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. ഡോക്ടർ അരുൺ ശക്രിയാണ് നേതൃത്വം നൽകുന്നത്. വലിയ വെല്ലുവിളി ഉയർത്തുന്നത് ഭൂപ്രകൃതിയാണെന്ന് ഇന്നലെ തന്നെ സൂചിപ്പിച്ചിരുന്നല്ലോ അല്ലേ? എന്താണ് പ്രധാനപ്പെട്ടായിട്ട് അങ്ങനെ പറയാൻ കാരണം? ഒന്ന്, ഇതിനെ ആക്ച്വലി കടുവയുടെ ആക്ടിവിറ്റി നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഇങ്ങനെ ഒരു ഇൻസിഡൻസ് നടന്നു, അത് എങ്ങനെ മൂലമുള്ളതാണ് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ കടുവ പലതരത്തിലുണ്ട്. മാനേറ്റേഴ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പൊക്കെ ഉണ്ട്. അത് കൃത്യമായിട്ട് മനുഷ്യനെ മാത്രമേ പിടിക്കുള്ളൂ. വയനാട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ അറിയാലോ. ഇതുവരെ നമ്മൾ ഒരു 2 ഇൻസിഡൻസ് അങ്ങനെ മാനേറ്റർ എന്നല്ല, വേറെ അല്ലാത്ത കേസുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ മനുഷ്യനെ മാത്രം പിടിക്കുന്ന കടുവകൾ വളരെ കുറച്ച് നമുക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആക്ടിവിറ്റി നമ്മൾ തിരിച്ചറിയാണ് ചെയ്യുന്നത്. ഇത് എവിടെയാണ് നിൽക്കുന്നത്, ഇതിൻ്റെ ഹോം റേഞ്ച് എത്രയാണ്, ടെറിട്ടറി എത്രയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ 3 ടീമുണ്ട്. 3 ടീം നമ്മൾ ആ കടുവ ഉണ്ടാവാനുള്ള സാധ്യത ഏരിയയിൽ കംപ്ലീറ്റ് തെരച്ചിൽ നടത്തും. അതിനിടയ്ക്ക് ചാൻസ് എൻകൗണ്ടർ വരികയാണെങ്കിൽ നമ്മൾ മയക്കുവെടി വെക്കുകയും ചെയ്യും. ഓക്കെ. ദെൻ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഗ്രിഡായിട്ട് തിരിച്ചിട്ട് ക്യാമറ ട്രാപ്പ് വെക്കും. അപ്പോൾ റീക്യാപ്ചർ മെത്തേഡ് നമ്മൾ അതിന് പറയാം. അതിൻ്റെ മുകളിൽ നമുക്ക് കിട്ടുന്ന ഇമേജസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഇതിന് എവിടെയാണ് ഇവൻ്റെ ആക്ടിവിറ്റി എന്ന് അറിഞ്ഞു കഴിഞ്ഞ ശേഷം അവിടേക്ക് നമ്മൾ പ്രഷർ കൊടുക്കുക ചെയ്യും. അവിടെയാണ് കുങ്കിയാനെ നമ്മൾ ഉപയോഗിക്കുന്നത്. അവിടെയാണ് നമ്മൾ കുങ്കിയാനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ബേസിക് ഇത് എവിടെയാണ്, ഇതിന് ആക്ടിവിറ്റി എവിടെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കുങ്കിയാനയുടെ എങ്ങനെയാണ് അതിൻ്റെ ശരിക്കും കുങ്കിയാന ഉപയോഗിക്കുന്ന ഏത് തരത്തിലാണ്? അതിനെ തിരിച്ചറിയാനാണോ അതോ നമ്മൾ മയക്കുവെടി വെക്കാൻ? 3 രീതിയിൽ നമ്മൾ. ഒന്നെന്ന് പറഞ്ഞാൽ ഈ ആനകളിൽ പ്രത്യേകിച്ച് ഈ 2 ആന എന്ന് പറഞ്ഞാൽ വളരെ ടൈഗർ ഇത് നമ്മൾ ഉപയോഗിച്ച ആനകളാണ്. അപ്പം ശരിക്കും അതെ. അപ്പം ടൈഗറിനെ ട്രാക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓക്കെ. 1, 2 ചില സമയത്ത് ഇത് പ്രശ്നം അടഞ്ഞ കാടായതുകൊണ്ട് തന്നെ നമുക്ക് കടുവയുടെ ആനയുടെ മുകളിൽ ഇരുന്നിട്ട് നമുക്ക് മയക്കുവെടി വെക്കാനുള്ള സാധ്യത നമുക്ക് കൂടും, ചാൻസ് കിട്ടും. കടുവയുടെ മണം തിരിച്ചറിഞ്ഞ് ആ കുങ്കിയാനെ നമ്മളെ നയിക്കും. അതെ. അത് മാത്രമല്ല നമ്മൾ ചിലപ്പം മയക്കുവെടി വെക്കാനും എളുപ്പമായിരിക്കും. അതിൽ അടിക്കാടും ഭയങ്കരമായിട്ട് വളർന്നു നിൽക്കുകയാണെങ്കിൽ നമുക്ക് പറ്റില്ല, സിറിഞ്ചിൽ പോകില്ല. എലഫന്റ് ബാക്ക് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. എസ്റ്റേറ്റ് പോലെയുള്ള മേഖല, അതേപോലെ കുത്തനെയുള്ള മലമ്പ്രദേശം, ഇവിടെയൊക്കെ ഡ്രോണുകൾ ഉപയോഗിക്കുന്നതിനൊക്കെ ഒരു ബുദ്ധിമുട്ടില്ലേ? ഡ്രോൺ ഉപയോഗിക്കുന്നതിന് നമ്മൾ തെർമൽ ഡ്രോൺസ് ആണ് മെയിനായിട്ട് ഉപയോഗിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ രാത്രിയാണ് നമ്മൾ ആക്ടിവിറ്റി നോക്കാൻ വേണ്ടിയിട്ട് അത് തെർമൽ ഡ്രോൺ ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഹീറ്റ് സിഗ്നേച്ചർ കിട്ടും. അതിനനുസരിച്ചിട്ട് നമ്മളത് അതിൻ്റെ മൂവ്മെൻറ്റ് ഓരോന്ന് അതിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടും നമുക്ക്. അപ്പോൾ ടൈഗർ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നമ്മൾ വയനാട്ടിലൊക്കെ എക്സ്റ്റൻസീവ്ലി ഉപയോഗിച്ചത് അത് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ മയക്കുവെടി വെച്ച് പിടിക്കാനാണോ കൂട് വെച്ച് പിടിക്കാനാണോ പ്രയോറിറ്റി? പ്രയോറിറ്റി എല്ലാം നോക്കുന്നുണ്ട്. അതായത് ചാൻസ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഇത് ചെയ്യാം, സർപ്രൈസ്ഡ് ആയിട്ട് കാണുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ, കൂടാണെങ്കിൽ കൂട് വെച്ച് ചെയ്യാം. ഇത്തരം മിഷനൊക്കെ ഒരുപാട് നീണ്ടുപോകുന്ന ഒരു സാധ്യതയില്ല? തീർച്ചയായിട്ടും അത് വളരെ സാധ്യത കൂടുതൽ. കാരണം നമ്മൾ ഇത് നാരോ ഡൗൺ ചെയ്ത് നമുക്ക് കിട്ടുന്ന ചാൻസ് ഒക്കെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സമയപരിധി പറയാൻ കഴിയില്ല? ഇല്ല, പറ്റില്ല. ലോങ് ഓപ്പറേഷനാണ്. 28-29 ദിവസം വരെയൊക്കെ ചിലത് പോകാറുണ്ട്. അതെ, തീർച്ചയായിട്ടും ഫുൾ ടീം ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ. ഏറെ വെല്ലുവിളി നിറഞ്ഞ ദൗത്യമാണ്. ഒരുപാട് ദിവസം നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്തിനും സജ്ജമായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നതെന്നാണ് അരുൺ ശക്രിയ വ്യക്തമാക്കിയത്. അഖിലോട്ട് പറകൊപ്പം CV അനുമോദ്, ന്യൂസ് 18.